കേരളം ഉറ്റുനോക്കുന്ന ആ നിർണായക നിമിഷമിതാ വന്നെത്തിയിരിക്കുന്നു. പക്ഷേ ഇത് വെറും ഒരു മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പല്ല. തലസ്ഥാനത്തെ അടച്ചിട്ട മുറികളിൽ MLA-മാരും AICC നിരീക്ഷകരും തമ്മിൽ നടക്കുന്നത് ആരും പ്രതീക്ഷിക്കാത്ത അതീവ രഹസ്യ നീക്കങ്ങൾ തന്നെയാണ്. കേരളത്തെ ഒന്നടങ്കം ഞെട്ടിക്കാൻ പോകുന്ന ആ പ്രഖ്യാപനം എന്തായിരിക്കും? കേരളം ഉറ്റുനോക്കുകയാണ്. ആ ഒരൊറ്റ പേരിനായിട്ട് കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ചർച്ചകൾക്കാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഗ്രൂപ്പ് സമവാക്യങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. 47 MLA-മാരുടെ പിന്തുണയുണ്ട് എന്ന് KC പക്ഷം അവകാശപ്പെടുമ്പോൾ തന്ത്രങ്ങളുമായിട്ട് ചെന്നിത്തലയും പോരാട്ട വീര്യവുമായിട്ട് സതീശനും കളം നിറയുകയാണ്. 16 MLA-മാരെങ്കിലും തന്റെ പേര് പറയുമെന്നാണ് രമേശ് ചെന്നിത്തലയുടെ പക്ഷം. 9 MLA-മാർ ഒപ്പമെന്നാണ് VD സതീശൻ ക്യാമ്പും പറയുന്നത്. പക്ഷേ നിരീക്ഷകരുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ MLA-മാർ അഭിപ്രായം മാറ്റുമോ എന്ന ആശങ്ക ഗ്രൂപ്പ് മാനേജർമാർക്ക് ഇപ്പോഴുമുണ്ട്. MLA-മാരെ ഒപ്പം നിർത്താൻ മന്ത്രിസ്ഥാനം ഉൾപ്പെടെ പലർക്കും വാഗ്ദാനം ചെയ്തതായിട്ടും സൂചനയുണ്ട്. MLA-മാരുമായി തുടർച്ചയായിട്ട് ആശയവിനിമയം ഗ്രൂപ്പ് നേതാക്കൾ നടത്തുന്നുമുണ്ട്. മുഖ്യമന്ത്രിക്കായുള്ള ചരടുവലി കേരളത്തിൽ തെരുവിലേക്ക് എത്തുന്നതിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം കടുത്ത അതൃപ്തിയിലുമാണ്. ചേരിതിരിഞ്ഞുള്ള സ്വീകരണത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി വിവരം തേടിയിട്ടുമുണ്ട്. രാഹുലിന്റെ ഓഫീസിലേക്ക് ഇമെയിൽ അയക്കുന്നതിനുള്ള ആഹ്വാനവും ഗൗരവമായി എടുക്കുമെന്നും പാർട്ടി വൃത്തങ്ങൾ പറയുന്നുണ്ട്. മുഖ്യമന്ത്രി ആരാകണമെന്നതിൽ തന്റെ നിലപാട് ഖാർഗെയോടും രാഹുൽ വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ ഈ തർക്കങ്ങൾക്കിടയിലും അണിയറയിൽ മറ്റൊരു തിരക്കഥ തയ്യാറാവുകയാണ്. 2021-ലെ പിഴവ് ആവർത്തിക്കരുത് എന്ന മുതിർന്ന നേതാക്കൾ ഹൈക്കമാൻഡിന് അന്ത്യശാസനം നൽകി കഴിഞ്ഞു. ചെന്നിത്തലയെ മാറ്റിയതുപോലെയുള്ള നാടകീയ നീക്കങ്ങൾ ഇത്തവണ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് അവർ. നിർണായകമായത് ഘടകകക്ഷികളുടെ നിലപാടാണ്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റേത്. ഭരണത്തിൽ പുതിയ ഡിമാൻഡുകളില്ല, പക്ഷേ ഭരണം ഉഷാറാകണം എന്ന KM ഷാജിയുടെ വാക്കുകൾ കൃത്യമായ സൂചനയാണ് നൽകുന്നത്. സതീശനെ പിന്തുണയ്ക്കുന്ന ഷാജിയുടെ നിലപാട് കോൺഗ്രസിനുള്ളിൽ ഉറക്കം കെടുത്തുന്നു. പക്ഷേ യഥാർത്ഥ ട്വിസ്റ്റ് ഇതൊന്നുമല്ല. നിലവിലെ ഭരണ തുടർച്ച അവസാനിപ്പിച്ച UDF-ന് 102 സീറ്റുകൾ നൽകിയ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു മാറ്റം തന്നെയാണ്. പിണറായി വിജയൻ എന്ന ഇരട്ടച്ചങ്കൻ ഭരണാധികാരിയോട് മുട്ടി നിൽക്കാൻ കെൽപ്പുള്ള, അതിനേക്കാൾ മികച്ച ഒരു ഭരണഭാവം കാഴ്ചവെക്കാൻ ഇവരിൽ ആര് വന്നാലും സാധിക്കുമെന്ന ഉറപ്പിലാണ് ഹൈക്കമാൻഡ്. മെറിറ്റ് മാത്രം മാനദണ്ഡമാക്കി രാഹുൽ ഗാന്ധി നേരിട്ട് നടത്തുന്ന ഇടപെടൽ കേരള രാഷ്ട്രീയത്തിലെ ഗ്രൂപ്പ് കളിക്ക് അന്ത്യം കുറിക്കും. MLA-മാരെ ഒപ്പം നിർത്താൻ മന്ത്രിസ്ഥാനങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെടുന്നു. രഹസ്യ ചർച്ചകൾ അർദ്ധരാത്രി കഴിഞ്ഞിട്ടും തുടരുകയാണ്. ഡൽഹിയിൽ നിന്നും വരുന്ന ഇമെയിലുകളും ഫോൺ കോളുകളും കേരളത്തിലെ ഈ രാഷ്ട്രീയ പുകമറയെ മാറ്റുമോ? ആര് വന്നാലും അത് പിണറായി ഭരണത്തെക്കാൾ മികച്ചതായിരിക്കുമെന്ന ഉറച്ച ബോധ്യം ജനങ്ങൾക്ക് ഇന്നുണ്ട്.